ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു എന്താ പറയുക, എനിക്ക് വിശപ്പിന് ആഹാരവും ഒന്ന് തലചായ്ക്കാൻ ഇടവും ഇല്ലാത്ത, എന്നാൽ എവിടെങ്കിലും ഒതുങ്ങിക്കൂടാം എന്ന് വെച്ചാൽ സമ്മതിക്കാത്ത, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗബാധിതയുമായ ഒരമ്മയുടെയും ഒരു കൊച്ചു മോൻ്റെയും കാര്യമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളതെല്ലാം കേട്ടിട്ട് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു സഹായമോ വിശപ്പിനെങ്കിലും അവരൊന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് സ്വന്തമായിട്ടൊന്നും ആരും വേണ്ട. തല ചായ്ക്കാനായിട്ടൊരു റൂമോ എന്തെങ്കിലും ഒരു ഇതോ അവർക്ക് കഴിഞ്ഞുകൂടാനായിട്ടുള്ള ഒരു ആഹാരത്തിനെങ്കിലും. ആ കുട്ടി മോഡൽ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിന് സന്മനസ്സായ എൻ്റെ യൂട്യൂബ് സഹോദരങ്ങളെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളതൊന്ന് പറയുക. നമ്മൾ എന്തെല്ലാം കാശ് നമ്മൾ ചിലവാക്കുന്നുണ്ട്, അതിലൊരു 100 രൂപയോ ഒരു 50 രൂപയോ ഒരു 500 രൂപയോ നിങ്ങൾക്കുള്ള കിട്ടുന്ന പൈസ പറ്റുമെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ തരികയോ ആണെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇതിലിട്ട് തരാം. അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് ഒരു ഇതാവും. കാരണം ഞാൻ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതിനടുത്തുള്ളൊരു കുട്ടിയാണ് അവരുടെ ആവശ്യകാര്യം പറഞ്ഞത്. ഞാനപ്പോൾ കയറി കാണുകയും എനിക്ക് വളരെ സഹതാപം തോന്നുകയും ഞാൻ അത്യാവശ്യത്തിനൊക്കെ സഹായഹസ്തങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. അസുഖത്തിന് ആ ക്യാൻസർ രോഗബാധിതയായ അമ്മയ്ക്ക് കാശ് വേണം, കഴിക്കാൻ വേണം. ഞാൻ അവിടെ ചെന്ന് കണ്ടെനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. ദുരിതപൂർണമാണ് അവരുടെ ഒരു ജീവിതം. ആകെ കൂടി ഒരു മുറിയെന്ന് പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ ഇവിടെ സാധാരണ ഒരു റൂമിൻ്റെ പകുതിയേ വരത്തുള്ളൂ. അതിൽ 2 അലമാര വച്ചിരിക്കുന്നു. അലമാര ചേർത്ത് തുറക്കാൻ പോലും സാധിക്കാത്തതിനൊരു പായ്ക്കട്ടിൽ, എന്താ പറയണ, അതിനൊരു പ്ലാസ്റ്റിക് മടക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിട്ടിട്ട് ആ അമ്മ കിടക്കും. അതിൻ്റെ നേരെ താഴെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ ഭാഗത്ത് ചാക്കൊക്കെ ഇട്ടാണ് ആ പഠിക്കുന്ന കുട്ടി കിടക്കുന്നത്. ആ അമ്മയുടെ ഹസ്ബൻഡ് അവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നിടത്ത് വെറും പച്ച ഒരു ഇതിൽ മുകളിൽ നിന്ന് വെള്ളം വീഴും. അവർ മൂടുന്നത് എന്താ പറയുക, ടാർപ്പ് പോലത്തെ ഒരു സാധനമാണ് അവർ മൂടുന്നത്, വെള്ളം വീഴാതിരിക്കാനായിട്ട്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ ആഹാരം കഴിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എത്രയോ പ്രാവശ്യം അവർ സർക്കാരിന് വീടിന് വേണ്ടി കൊടുക്കുന്നു. എവിടെങ്കിലും ഒരൊറ്റ റൂം കെട്ടാനുള്ള ഒരു റൂം കെട്ടിക്കൊടുക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അർഹതപ്പെട്ടവർക്കാണോ സർക്കാർ കൊടുക്കുന്നത്? എന്തായാലും നമ്മളിനി സർക്കാരിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് എന്നെ അറിയിക്കുക. അവരുടെ നമ്പർ ഞാൻ ഇട്ട് തരാം. കയറിപ്പോകുന്ന വഴിയാണെങ്കിലും അത് കുത്തനെ ഇങ്ങനെ നമ്മൾ പിറകോട്ട് മലന്ന് വീഴും. ആ തരത്തിലുള്ള ആ വഴിയിൽ കൂടെ കയറി വേണം ഈ കുടിലിലേക്ക് ഈ അമ്മയ്ക്ക് പോകാൻ. ഹോസ്പിറ്റലിൽ നിരന്തരം വരേണ്ടതാണ്. പിന്നെ ഈ അമ്മ കണ്ടാൽ വിശപ്പിൻ്റെ വിളി അറിയുന്നതെന്നോ വീടില്ലെന്നോ സമ്പത്തില്ലെന്നോ ഒന്നും തോന്നുന്ന തരത്തിലുള്ള ഒരമ്മയല്ല കണ്ടാൽ. കാരണം അതുപോലെ കുലീനതയായിട്ട് നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരമ്മയാണ്. അത് മാരേജിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് അവരെ ഈ രീതിയിൽ നിന്ന് തളർത്തിയത്. അത്യാവശ്യം പല ജോലികളും സ്കൂളിൽ പിന്നെ ജോലി തുപ്പും അതുപോലത്തൊക്കെ പല രീതിയിലും ആ കുഞ്ഞുമായിട്ട് നല്ലതായി വളർന്നു വന്നതാണ്. അപ്പോഴാണ് അവരുടെ കഷ്ടകാലം ഇരട്ടിച്ചെന്ന രീതിയിൽ ആ അസുഖം പിടികൂടുന്നത്. പിന്നെ അവർക്ക് എണീറ്റ് നടക്കാം. അവരുടെ കാലൊക്കെ നല്ല നീര് വെച്ചിട്ട് കൊതുക് കടിച്ചതെല്ലാം പഴുത്തിട്ട്, സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യരാണല്ലോ. അതെന്താ വീടാണോ എന്ന് എനിക്ക് സംശയം. എന്നിട്ട് മഴയത്തത്
കട്ടിൽ അങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കും, നീക്കാൻ സ്ഥലമില്ല എങ്കിൽ കുട്ടി കട്ടിലിൻ്റെ അടി കിടക്കണം അങ്ങോട്ടും ഇങ്ങോട്ട്. അവർ എണീറ്റിരുന്ന് കസാലയിൽ എണീറ്റിരുന്ന മഴയത്ത് നേരം വെളുപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. ദുസ്സഹമായിട്ട് തോന്നി കേട്ടോ, സത്യം പറഞ്ഞു. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അവരെയും അവരെ വീടും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പോവാം. എല്ലാവരും വായോ. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ആയുർവേദ പ്രോഡക്റ്റ് കമ്പനിയിലാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ദുരിതപൂർണമായ ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കണ്ടോ, അവരുടെ ജീവിക്കുന്ന അവർക്ക് കിടക്കാനും കുടിക്കാനും കണ്ടോ കിടക്കുന്ന ഒരൊറ്റ റൂമാണുള്ളത്. അതിൻ്റെ ആ ശോചനീയ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ? മഴ പെയ്താൽ മുഴുവൻ വെള്ളവും ഇതാ കണ്ടോ, ചോർച്ച. ഒരു ടാർപ്പയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇതാണ് കട്ടിൽ. അവിടെ നിന്ന് നേരെ വെള്ളം വന്ന് ഇതാ ഇവിടെ വീഴുന്നത്. ഒരു 10ൽ പഠിക്കുന്ന ഒരു മോനുണ്ട് കണ്ടോ. ഏത് സ്കൂളിലാണ് മോനെ പഠിക്കണേ? മോഡൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടോ, അതാ 2 അലമാരകളിലായിട്ട് മുമ്പത്തെ കാലത്ത് അവർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ ഈ വയ്യായിക ഈ അമ്മയ്ക്ക് വന്നിട്ട് ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നും അവർക്ക് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ഈ കട്ടിൽ ഇങ്ങോട്ട് നീക്കിയാലേ അവർക്ക് ഈ അലമാര തുറന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റൂ. ഇതാണ് ഇവിടെ കാണുന്ന സ്ഥലം. ഈ ഒരു കട്ടിലിൽ ഈ വയ്യാത്ത അമ്മ കിടക്കും. ഈ കുഞ്ഞു മോൻ കിടക്കുന്ന കണ്ടതാ ഈ തറയിലാണ്. അവിടെ പോലും സ്ഥലമില്ല. ഞാൻ അവരുടെ ആ ദുഃഖം കണ്ടുകൊണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആ കുഞ്ഞിൻ്റെ പഠിക്കാൻ വെച്ചിരിക്കുന്ന ബുക്കുകളൊക്കെ കണ്ടോ. ഇത്ര സ്ഥലമേ ആകെ കൂടി ഇവിടെ ഉള്ളൂ. ഇവിടെ ഇവരുടെ അച്ഛനുണ്ട്. ആ അച്ഛൻ കിടക്കുന്നത് ഈ സ്ഥലത്താണ്. ഇതാണ് അവരുടെ റൂമെന്ന് പറയണ. കണ്ടോ, ഇതിന് വീടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ മുഴുവൻ മണ്ടയിലോട്ട് കണ്ടോ അതെല്ലാം ചോർന്നൊലിക്കുകയാണ്. ചോർച്ചയാണത്, മുകളിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു കഥ ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇനി നമുക്ക് അവരിലേക്ക് പോവാം. അവരിൽ നിന്ന് തന്നെ നമുക്ക് വിശേഷങ്ങൾ മനസ്സിലാക്കാം. പറഞ്ഞോളൂ അമ്മ. എൻ്റെ പേര് ജനനി എന്നാണ്. ഞാൻ കരമന മേലാറന്നൂർ സൂര്യനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്കിപ്പോൾ 65 വയസ്സുണ്ട്. എനിക്കൊരു കൊച്ചു മകനുണ്ട്. ഇവൻ 10ലാണ് പഠിക്കുന്നത്. ഞാൻ ചെറിയ ജോലി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമോ ഒരുപിടി മണ്ണോ സാമ്പത്തികമായിട്ടോ ഒന്നുമില്ല. ഞാനിപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ 2024 ജനുവരി ആയപ്പോൾ എനിക്ക് ക്യാൻസറിൻ്റെ ഒരു ആരംഭമായി. അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പഴയതുപോലെ എനിക്ക് ജോലി ചെയ്യാനോ മറ്റൊന്നിനും കഴിയുന്നില്ല. അമ്മയുടെ കാലൊക്കെ കണ്ടോ, കാലൊക്കെ നീരൊക്കെ ശരിക്കും ഉണ്ട്. എന്നാലും നടക്കുമ്പോഴത്തേക്ക് തളർച്ചയാണ്. എഴുച്ച് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പം ശരിക്കില്ല. എഴുക്കുമ്പം ശരീരം മൊത്തം ഒരു ക്ഷീണമാണ്. പഴയതുപോലെ ഒരു ജോലി ചെയ്യാനും എനിക്ക് കഴിയണില്ല. പോയി ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. നടന്നു പോകാനൊന്നും എന്നെ കൊണ്ട് കഴിയണില്ല ഇപ്പോൾ. പക്ഷെ ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെ ദുർഘടമാണ്. അതിന് എനിക്കും മോനും കിടക്കാൻ ഒരു സ്ഥലമോ നിത്യജീവിതത്തിനൊരു എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലോ ചെയ്ത് ജീവിക്കാനൊരു സഹായം നിങ്ങളെപ്പോലുള്ള എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഞാനിത് പറയുന്നത്. കിടക്കാനൊരു കൂര വേണം. ഇന്ന് മഴ പെയ്താൽ എഴിച്ചിരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. വെള്ളം എല്ലാം വീഴും. പുറമൊക്കെ അങ്ങ് ടാർപ്പ കൊണ്ട് മൂടിയെല്ലാം പൊട്ടിപ്പൊടിക്കാണ് ഇരിക്കുന്നത് വീട് മൊത്തം. ഇതെനിക്ക് ഞാൻ സ്വന്തമല്ല. എനിക്കൊരാൾ കിടക്കാൻ സൗജന്യമായി തന്ന സ്ഥലമാണ്. അവർക്കും ഇത് ഇടിഞ്ഞു വീഴാറായി. ഇനി എത്ര നാളുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും കണ്ടോ, സർക്കാർ ഉള്ളവർക്കാണോ കൊടുക്കുന്നത് അതോ ഇല്ലാത്തവർക്കാണോ കൊടുക്കുന്നത്? ഞാൻ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ടില്ല. കാർഡുണ്ടോ? റേഷൻ കാർഡ്? റേഷൻ കാർഡ് BPL ആണ്. BPL. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ഒരു റൂമോ എന്തെങ്കിലും പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും. ഞാൻ നെടുങ്കാട് വാർഡിലെ അജിത്തിന്റെ കയ്യിൽ എനിക്ക് കിടക്കാൻ വീടില്ല എന്നൊക്കെ എഴുതി കൊടുത്തു. ഇതുവരെ ഒരു മറുപടിയും വന്നിട്ടില്ല. ഈ ഒരു അമ്മയും മോനും നിങ്ങൾ കാണുന്നില്ലേ? എന്റെ ഭർത്താവ് വയസ്സായി, 70 വയസ്സോളമായി. ജോലിയൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല. പോയാലും കിട്ടും 100, 300, 200 ജോലി എന്തെങ്കിലും ഇറങ്ങി കയറി ചെയ്താൽ കിട്ടും. അത്രേ ഉള്ളൂ.
അത് അവരുടെ ചെലവിൽ ഒരു വയസ്സായി നടക്കാനൊക്കെ വളരെ ഉണ്ടായിരുന്നു ഇവിടെ, പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഇതാണ് അവരുടെ അവസ്ഥ. ഞാൻ ബാക്കി അവർ താമസിക്കുന്ന കയറി വരുന്ന മുറ്റവും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഒരു ഇവിടെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, എല്ലാം മൊത്തം ഏത് സമയത്ത് ഈ മഴയത്ത് വെള്ളം മൊത്തം ഇതിനകത്താണ്. ഈ ഇവിടെയാ ഒരാൾ കിടക്കുന്നതാ, അതാണ് അവരുടെ കിടക്കയാ ചുരുക്കം. ഇത്രയേ ഉള്ളൂ. ഇതാണ് അവരുടെ വീട്. എല്ലാം എന്താ പൊട്ടിപ്പൊളിഞ്ഞ് ഇതാണ് അവരുടെ വീടിൻ്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ. അപ്പുറത്തോട്ടൊക്കെ ഇതിനെ നമുക്ക് വീടെന്ന് പറയാമല്ലേ. സർക്കാരിന് എന്തിനാ ഇവിടുത്തെ സർക്കാരെന്നാണ് ചിന്തിക്കുന്നത്. പാവപ്പെട്ടവർക്കൊരു വീടോ അവർക്കൊരു അന്നമോ കൊടുക്കാൻ പറ്റാതെ ഇത് എൻ്റെ തന്നെ ഈ ചാനലിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് കാഴ്ചവെക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇതിന് കമൻ്റൊക്കെ ഇടണം കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. വിളിച്ച് പറയാൻ പറ്റില്ല. ഈ വീട്ടിലോട്ട് വരുന്ന വഴിയുണ്ടോ, നമുക്ക് ഇച്ചിരി ആരോഗ്യമുള്ളവർക്ക് പോലും വരാൻ പറ്റാത്ത ഈ കുത്തനെയുള്ള തേരി കയറി വേണം ഈ അമ്മ ഇവിടെ വരാനായിട്ട്. കണ്ടോ, ഈ വഴി കയറി ഇങ്ങനെ തളർന്നു വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ അമ്മയും മോനെയും കാണാം.